بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ ഒരു നോട്ട് പാഡ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രസംഗം കഴിയുന്ന സമയത്ത് അതിൽ നിന്നൊരു പേപ്പർ എനിക്ക് തരണം. അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നിങ്ങൾ അധികം ഒന്ന് എഴുതേണ്ട, ഒരു 2-3 വരി. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു കണ്ടൻറ്റ്, ഇതിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം അതൊന്ന് നിങ്ങളൊന്ന് തരിക. ഞാനതൊന്ന് നിങ്ങളെ തരുന്ന നോട്ട് പാഡ് ഒന്ന് ഞാൻ തന്നെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ഞാൻ 3 ഞാൻ തിരഞ്ഞെടുക്കും. ആൺകുട്ടികളത് 3, പെൺകുട്ടികളത് 3. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളെക്കാളും ആൺകുട്ടികളെക്കാളും ശ്രദ്ധയോടുകൂടെ പെൺകുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ നമുക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് എന്താ അറിയോ, ഈ ട്രാഫിക് ബ്ലോക്കുകളിൽ നമ്മൾ കുടുങ്ങണ സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ചിലപ്പോൾ നമ്മുടെ ബാക്കിലും വണ്ടി ഉണ്ടാവും, റിവേഴ്സ് എടുത്ത് ബാക്കിലേക്ക് പോകാനും പറ്റൂല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സാധാരണ വരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ബ്ലോക്കാവുക എന്ന് പറഞ്ഞാൽ. ഈ ബ്ലോക്കാകുന്ന സമയത്ത് എന്താ വെച്ചാൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ ബ്ലോക്കിൽ കുടുങ്ങുന്നത്, ഏതായാലും ബ്ലോക്ക് വെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ നിങ്ങൾ, ചിലപ്പോൾ ഒരു ആംബുലൻസാണ് ബ്ലോക്ക് പെട്ടതെങ്കിൽ അതിൽ കിടക്കുന്ന രോഗി മരിക്കും, അയാളെ തിരിച്ച് എത്തിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ചില സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ബ്ലോക്കായി കഴിഞ്ഞാൽ ആൾ മരിക്കേ പറ്റുള്ളൂ. വേറെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മളൊരു എമർജൻസി ഒരു കല്യാണത്തിന് വേണ്ടിയോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയോ പോവുകയാണെങ്കിൽ നമ്മളെത്തുമ്പോഴേക്കും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് പോക്ക് മുടങ്ങിയാൽ നമ്മൾ എന്ത് ലക്ഷ്യം വെക്കുന്നുവോ അത് നടക്കാതെ വരും. ഈ ഒരു ബ്ലോക്ക് യഥാർത്ഥത്തിൽ റോട്ടിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് സംഭവിക്കും. ജീവിതത്തിന് ഇതേപോലെയുള്ള ബ്ലോക്ക് ഉണ്ടാവും. ജീവിതത്തിന് ബ്ലോക്ക് പറ്റിയാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ച് +2 കഴിഞ്ഞ് വല്ല എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ അങ്ങനെയൊക്കെ എടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെ ഒരു ജോലി സ്വീകരിച്ച് കുടുംബമായി വിവാഹം കഴിച്ചൊക്കെ അങ്ങനെ കുറേ ഭാവിയിൽ കുറേ സംഗതികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണുണ്ട്, വരാനുണ്ട്. ആ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ബ്ലോക്ക് ബാധിക്കും. 2 രൂപത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. ഒന്നെന്താ അറിയോ, നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത കാര്യം. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി, ഒരാളുടെ കയ്യോ കാലോ മുറിഞ്ഞു, അയാൾ ഒരു 6 മാസം കിടക്കേണ്ടി വന്നു. അയാളുടെ കോഴ്സ് മുടങ്ങും, അയാളുടെ വിദ്യാഭ്യാസം മുടങ്ങും, ഒപ്പമുള്ള ആളുകളൊക്കെ ജയിച്ചു പോകും. ഒരു പക്ഷെ അവന് ചിലപ്പോൾ പഠിക്കാൻ പറ്റിക്കോളുന്നില്ല. ചില ആളുകൾക്ക് കാഴ്ച പോകും, കണ്ണിൻ്റെ കാഴ്ച. എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ, കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ അവൻ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഇത് നമ്മുടെ കാര്യം കൊണ്ട് വരുന്നതല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയായി വരുന്നതാണ്. അതിന് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്നാൽ നമ്മളെ കൊണ്ട് വരുന്ന ബ്ലോക്കുകളുണ്ട്. ധാരാളം കുട്ടികൾ അത്തരം ബ്ലോക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് സൗദിയിൽ ഞാൻ സന്ദർശിച്ച സിറ്റിയിൽ ഞാനൊരു 2 മണിക്കൂർ നേരം ഒരു +2കാരനായ ഒരു കുട്ടിയോട് ഞാൻ നിങ്ങളെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടി എന്താ വെച്ചാൽ ഇപ്പോൾ ബ്ലോക്കായി നിൽക്കുകയാണ്. അവൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവൻ്റെ പഠനം നിർത്തി അവൻ്റെ മാതാപിതാക്കൾ വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കണം. എന്താ വെച്ചാൽ അവർക്ക് നോക്കി നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ട്
നല്ല ആരോഗ്യമൊക്കെ ഉള്ള അവനൊരു അമ്മാവൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നിർദ്ദേശം എന്ന് വെച്ചാൽ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അവനെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവൻ എങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ നേരത്തെക്കാളും വലിയ കലാപങ്ങളാണ് അവനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാറല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ എങ്ങനെ പോകും എന്ന് പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കാൻ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഭാവി മുഴുവൻ മുടങ്ങും. പിന്നെ അധികമൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഒറ്റ എക്സാമ്പിൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ സൗദിയിൽ പൊതുവേ മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളല്ല ഉള്ളത്. ആൺകുട്ടികൾക്ക് വേറെയും പെൺകുട്ടികൾക്ക് വേറെയാണല്ലോ ഇവിടെ ഉള്ളത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ വെച്ചാൽ ഈ കുട്ടികൾ ഒന്നിച്ചാണ് ബസ്സിന് പോവുക. സ്കൂളിലേക്കുള്ള ബസ്സിന് പോകുമ്പോൾ എന്തുണ്ടാവും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുണ്ടായിരിക്കും. നമ്മുടെ നാടുകളിൽ പൊതുവേ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്സഡ് സ്കൂളുകളാണ്. അതുകൊണ്ട് പൊതുവേ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞങ്ങൾ നാട്ടിലുള്ള ഹൈസെക്കുകളിലൊക്കെ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ എടുത്ത് അവസാനം ക്വസ്റ്റ്യൻ ആൻസറുകൾ വാങ്ങുമ്പോൾ അധിക ക്വസ്റ്റ്യൻസും അഫെയറുകളെ കുറിച്ചും അതുപോലെയുള്ള പ്രേമങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഈ സൗദി അറേബ്യയിലൊക്കെ ആകുമ്പോൾ പൊതുവെ മിക്സഡ് അല്ലല്ലോ, അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു കണക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപകമാണെന്ന്. ഇനി ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ചിരിക്കാൻ വേണ്ടി പറയല്ല, ഞാനിതിൻ്റെ ഒരു നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു ദുരന്തം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി എന്ന് നിങ്ങൾ സങ്കല്പിക്കും. എപ്പോഴെങ്കിലും എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയുമായിട്ടോ ഒരു ബന്ധം ഉണ്ടായി പോയി എന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ ചിന്തിച്ചു ആ ചെറിയൊരു ആ ബന്ധം ഉണ്ടാകുന്നതോട് കൂടെ പിന്നെ അവരുടെ ലൈഫ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പറയുമ്പോൾ വെറുതെ പറയില്ല, എൻ്റെ അനുഭവസ്ഥനായിട്ട് ഞാൻ പറയാണ്. എന്തുണ്ടാവുക എന്ന് വെച്ചാൽ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ പഠനം തടസ്സപ്പെടും, വിചാരിച്ച പോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. അതേപോലെ തന്നെ പാരൻസുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് സംശയമാകും. എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. എപ്പോഴും എന്തെങ്കിലും വാതിലടച്ചിട്ട് ഇങ്ങനെ എപ്പോഴും റൂമിൽ മൊബൈലിൽ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും മൊബൈലും എന്താണ് ഇവനിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരൻസിന് നമ്മളെപ്പറ്റി സംശയം വരും. ആ സംശയം വന്ന് കഴിഞ്ഞോട് കൂടെ എന്ത് ചെയ്യുന്ന നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുടങ്ങും. ഞാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. മിക്കവാറും എൻ്റെ അടുക്കൽ ഇത്തരം വല്ല പരാതികളുമായിട്ട് വരുന്ന കുട്ടികളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ആ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ കുട്ടികളും ചോദിക്കും, എല്ലാ ആളുകളോടും എൻ്റെ വാപ്പയും ഉമ്മയും വളരെ നല്ല രൂപത്തിലാണ് പെരുമാറുക. ഗസ്റ്റ് വന്നാൽ അവരോട്, അതല്ലെങ്കിൽ അവിടെ കടയിൽ വരുന്ന ആൾ കസ്റ്റമേഴ്സിനോട്, അതേമാതിരി ഞങ്ങളെ റിലേറ്റീവ്സൊക്കെ ഇവിടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വരികയാണെങ്കിൽ അവരോടൊക്കെ നല്ല നിലക്ക് പെരുമാറും. പക്ഷെ ഞങ്ങളോട് മക്കളോട് സംസാരിക്കുമ്പോൾ ആകെ ചൂടായി ദേഷ്യപ്പെട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുക. എന്താണ് എങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് ഉണ്ടാവുന്നത്. പക്ഷെ പല കുട്ടികളും പറയുന്ന ഒരു തകരാറാണെന്ത്, മാതാപിതാക്കൾ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പല രക്ഷിതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു മറുപടി നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളല്ലേ ഏറ്റവും ഇഷ്ടം, കുട്ടികളെക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ആരാണുള്ളത്, അപ്പോൾ ഞങ്ങൾ ഏറ്റവും നന്നായി പെരുമാറുക ഞങ്ങളെ കുട്ടികളോടാണ്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? അവരൊക്കെ പറയണത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പേടിയാണ്. കുറച്ചിങ്ങനെ വലുതായി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വല്ല പ്രേമത്തിലും പെട്ടുപോകുമോ, അല്ലെങ്കിൽ വല്ല ലഹരി വസ്തുക്കളും ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്തരങ്ങളൊക്കെ പെട്ട് പിന്നെ മോശമായി പോകുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് മാതാപിതാക്കൾക്ക് നമ്മുടെ കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ളൊരു സംശയം നമ്മളെക്കുറിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഒരു സംശയം വെച്ച് നമ്മൾ നോക്കും. ഇടയ്ക്ക് ബാഗ് നോക്കും, ഇടയ്ക്ക് പാൻസിൻ്റെ പോക്കറ്റ് നോക്കും, അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ കിടക്കുന്ന റൂമിൽ വന്ന് നോക്കും, ഇടയ്ക്ക് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും. ഈ സംശയങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറയും, ഈ ഒരു നമ്മുടെ ഈ ഒരു ഹൈസെക് സംഗമം കഴിഞ്ഞ് തിരിച്ചു പോയാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പെരുമാറ്റം നിങ്ങൾക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള 2-3 ട്രിക്സ് ഞാനിതിൻ്റെ അവസാനം ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു. അത് നിങ്ങൾ ഉപയോഗിച്ചാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു സ്വീകാര്യത നിങ്ങളുടെ വീടുകളിൽ കിട്ടും. ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു ബ്ലോക്ക് ജീവിതത്തിൽ നമുക്ക് വരാതെ വന്നാൽ എല്ലാം തകരാറായി പോകും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് ഈ ഒരു അഫെയർ. നമുക്ക് പരസ്പരം ഉണ്ടാകുന്ന എന്താണ് ഈ ആൺകുട്ടികളും പെണ്ണുണ്ടാകുന്ന ബന്ധം. ഈ ബന്ധത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് മാതാപിതാക്കൾക്ക് സംശയം ഉണ്ടാകും, അതേപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും
പരസ്പരം ഈ ഒരു ബന്ധം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവനും ഈ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇവൻ്റെ പഠനം തകരാറാകുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണം വരും. കല്യാണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അത്ര സംസാരിക്കാൻ അവർ വരുന്നതിൽ അത്രയും വലിയൊരു മാനസിക ബന്ധം അവർ തമ്മിലുണ്ടെങ്കിൽ എന്താ അറിയോ, ഒരു വിവാഹം നടക്കുന്നൊരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യും, ഇവൾക്കൊരു കല്യാണം വരിക എന്ന് പറഞ്ഞാൽ അവനത് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇതേപോലെ ഒരുത്തനുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ട്. അവിഹിതമായൊരു ബന്ധം അവർ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇവൾക്ക് വിവാഹം വന്നു. വിവാഹം വന്നപ്പോൾ ഈ പയ്യൻ എന്താ ചെയ്ത കാര്യങ്ങൾ, ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ വീട്ടിലോട് പറഞ്ഞു, എന്ത് ചെയ്തു, നിങ്ങൾ വിവാഹം നിശ്ചയിച്ച ആ പെൺകുട്ടി എൻ്റെ അഫെയറാണ്, അതുകൊണ്ട് ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുകൊണ്ട് കല്യാണത്തിനെല്ലാം ഒരുക്കങ്ങൾ നടന്ന സമയമാണ്. അങ്ങനെ അവസാനം ഇവരറിഞ്ഞോടുകൂടി അവരാ പെൺകുട്ടിനെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞ് എന്ത് വെച്ചാൽ ഈ വിവരം ഇവളുടെ വീട്ടിലറിഞ്ഞു. ഇവളുടെ വീട്ടിലറിഞ്ഞ ഉടനെ എന്ത് വെച്ചാൽ വിവരം കിട്ടിയ ഉടനെ ഇവളുടെ ഉമ്മ എന്ത് വെച്ചാൽ ശരിക്കും എന്താ വെച്ചാൽ ആക്കെ വിഷമിച്ചിട്ട് അവിടെ സിറ്റ് ഔട്ടുള്ള സോഫയിലേക്ക് മറിഞ്ഞ് വീണ് കരഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ മോളിൽ നിന്ന് ഇങ്ങനത്തെ ഒരവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ നാട്ടിൽ മുഴുവൻ ഞങ്ങളും അപമാനിതരായല്ലോ, മാനം കെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായ വിഷമം. അവളെന്ത് ചെയ്തു, ഉമ്മൻ്റെ മേലെ വീണ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒരു നിലക്കും പേടിക്കണം, ഞാൻ അയാളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ ബന്ധം ഇതോടുകൂടി ഒഴിവാക്കി, ദയവ് വിചാരിച്ച് നിങ്ങൾ എഴുന്നേൽക്കി എന്ന് പറഞ്ഞ് അങ്ങേയറ്റം താഴ്ന്ന് അപേക്ഷിച്ച് ഉമ്മനോട് മാപ്പ് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുമായി സംസാരിച്ചപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എന്നെക്കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഇവൾക്ക് അടുത്തൊരു വിവാഹം നടക്കണം, അപ്പോൾ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാകണം, അതിനുവേണ്ടി അവളെ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്ന് ഞാൻ അവളോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കുട്ടി നീ ആലോചിച്ച് നോക്ക്, നിൻ്റെ ഉമ്മ ഇത്രമാത്രം വിഷമിക്കുന്ന ഒരു സമയം മുമ്പ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ വിഷമത്തിന് കാരണക്കാരൻ ആരാണ്? നീ സ്കൂളിൽ പോകുമ്പോൾ തെറ്റായ രൂപത്തിൽ നിന്നോട് സംസാരിച്ച് ബന്ധപ്പെട്ട് നിനക്ക് ഫോൺ ചെയ്ത് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ആ പയ്യനല്ലേ ഇതിൻ്റെ കാരണം? അവനല്ലേ നിൻ്റെ ഈ വിവാഹം മുടക്കി നിന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത്? നിൻ്റെ വാപ്പക്കും ഉമ്മക്കും നിന്നെ എന്തുമാത്രം വിശ്വാസമുണ്ട്, നിൻ്റെ വാപ്പക്കും ഉമ്മക്കും നിന്നെ. ആ ഉമ്മയുടെയും വാപ്പയുടെയും വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആരാണ്? നിൻ്റെ ഈ പയ്യനാണല്ലോ. ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഈ നിൻ്റെ നിസ്കാരത്തിൽ നിൻ്റെ ജീവിതത്തിൽ മുഴുവനും ഇത്രമാത്രം വിഷമങ്ങൾ നിനക്ക് സൃഷ്ടിച്ച ഇവനെ എങ്ങനെയാണ് നിനക്ക് വേറിടില്ലാതെ നീ എങ്ങനെയാണ് പറയണത് ഞാൻ അവളോട് ചോദിച്ചു. ഏകദേശം ഒരു 1/4 മണിക്കൂർ നേരം ഞാൻ അവൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി ആരാണ്? സത്യമായും അവൾ പറഞ്ഞു, ഈ പയ്യനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അതുകൊണ്ട് അവനോടാണ് എനിക്ക് ഏറ്റവും വെറുപ്പ് എന്നാണ്. ആ വെറുപ്പ് അവൾ നാവ് കൊണ്ട് പറയുക മാത്രമല്ല, അവൾക്ക് പിന്നെ വിവാഹം നിശ്ചയിച്ചു, വിവാഹം നടന്നു. വിവാഹം നടക്കുന്ന ദിവസം ആ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് എന്നെ നിർബന്ധിച്ച് ഞാൻ ഞായറാഴ്ച പോകാൻ പറ്റുന്ന ശനിയാഴ്ച വൈകുന്നേരം ഞാൻ അവിടെ ചെന്നു. സത്യത്തിൽ ആ വിവാഹത്തിൻ്റെ ആഘോഷങ്ങളിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അവളുടെ മനസ്സു മാറി എന്നതാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ എത്ര സീരിയസ് ആയിട്ടൊന്നും ആവില്ല നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടാവുക. ഇതിൽ ആരെങ്കിലും അത്തരം ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം, നിങ്ങളുടെ മതപരമായ ജീവിതം എല്ലാറ്റിലും ദുരന്തങ്ങൾ വരും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാരാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നിച്ച് കയറാൻ അവസരം ഉണ്ടായി. ഫാമിലികളിൽ പല പെൺകുട്ടികളെയും നമ്മൾ പലപ്പോഴും കണ്ടു. അവരോടൊക്കെ നമുക്കൊരു ആകർഷണീയതയും ബന്ധമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവിഹിത ബന്ധത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് അത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഒരു പക്ഷേ നിങ്ങൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസറിനുള്ളൊരു സമയം ഇനിയുണ്ട്. ആ സമയത്ത് അങ്ങനെ വല്ല ദുരന്തങ്ങളിലും അകപ്പെട്ടു പോയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ നമുക്കതിൻ്റെ ഒരു പരിഹാരം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയണതല്ല.
അത്തരം ഇങ്ങനെ ഇടപഴകാൻ സമയമുണ്ടായിട്ടും അതിൽ പെട്ടുപോകാത്ത ആളുകൾ മഹാഭാഗ്യവാന്മാരാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെറും അഫെയറിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഈ രൂപത്തിലുള്ള കുറേ തിന്മകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം ഹൈസെക് മീറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് പോലും ഒന്ന് മൂത്രമൊഴിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ നമ്മളെ വളണ്ടിയേഴ്സ് ഫോളോ ചെയ്തപ്പോൾ അവരെത്തിപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ തമ്മിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറും ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല, സ്മെല്ലായിട്ടും പല രൂപത്തിലുള്ള വസ്തു. പറയാൻ ഒരു പക്ഷേ അതൊരു മാതൃകയായി പോകുമെന്ന് വെച്ചാൽ ഞാൻ പറയാത്തത്, ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാധനങ്ങളാണ് കൊടുക്കുന്നത്. കുട്ടികളെ ഞാൻ ഉറപ്പിച്ചു വരാൻ, നിങ്ങൾ ഇവിടെ പഠിച്ചാലും നാട്ടിലേക്ക് തിരിച്ചു ചെന്നാലും നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിക്കും, നിങ്ങളുടെ ഭാവി ബ്ലോക്കാവുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. ഈ ലഹരി പദാർത്ഥങ്ങളെ ഏതെങ്കിലും ഒന്ന് തൽക്കാലം എപ്പോഴെങ്കിലും ഒരു സമയം അതിൻ്റെ ടേസ്റ്റ് ജീവിതത്തിൽ കിട്ടിയാൽ മതി. ആ കിട്ടുന്നോട് കൂടെ എന്താ നിങ്ങൾ പിന്നെ നമ്മൾ അതിന് അഡിക്റ്റായി. പിന്നെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളും നമ്മളത് അന്വേഷിച്ചു കൊണ്ടിരിക്കും. പിന്നെ അതിലായിരിക്കും ജീവിതം ചെന്ന് അവസാനിക്കുക. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോ നമ്മൾക്ക് പരിചയമുള്ള ആളുകളോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തരൂ, നിങ്ങളുടെ ഫോൺ. ഇപ്പോൾ ഞാൻ പറയാം, വെറുതെ ഖുർആനിലുള്ള പല കാര്യങ്ങളും ഇസ്ലാമികമായ വിഷയങ്ങളാണ് നമ്മളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണത്. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നവരെങ്കിൽ എന്തെങ്കിലും വല്ല പരസ്യങ്ങളും നമ്മൾ ആ പരസ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അശ്ലീലമായ പരസ്യങ്ങൾ വരും. കുറച്ചൊരു സൂക്ഷ്മതയില്ലാത്ത ആളുകളാണെങ്കിൽ മെല്ലെ ആ പരസ്യത്തിലൊന്ന് വിരൽ തട്ടിപ്പോയാൽ ഏറ്റവും വൃത്തികെട്ട മൂവികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇന്നത്തെ ഒരു പുതിയ കാലഘട്ടം പരിഗണിച്ചാൽ നിങ്ങളോട് പറയാണ്, ഇതിങ്ങനെ കാണുമ്പോൾ എന്താ നിങ്ങൾ ഇതൊക്കെ ഇൻപുട്ടാണ്, ഉള്ളിലേക്ക് ചെല്ലിനോട് കൂടെ എന്ത് ചെയ്തെങ്കിൽ ഈ നമ്മുടെ ഈ വൈകാരികതകൾ എവിടെയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ വൃത്തികേടുകൾ ഇങ്ങനെ മനസ്സിക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളിൽ വികാരങ്ങൾ ഉണ്ടാവും, അത് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ എന്താ ഉണ്ടാകുക വെച്ചാൽ, ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് അനുവദനീയമായ വഴികളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായ വഴികളില്ലാത്തത് കൊണ്ട് എന്തായാലും പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കും. പ്രകൃതി വിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതല്ലാത്ത വഴികളിലൂടെ എത്തും. അതിലാണ് സ്വയം ഭോഗം, മാസ്റ്റർബേഷൻ, അതേപോലെ തന്നെ പുരുഷന്മാർ തമ്മിലുള്ള, സ്ത്രീകൾ തമ്മിലുള്ള അവിഹിതമായുള്ള ബന്ധങ്ങൾ. ഇതൊക്കെ ഞാൻ ഇത്രയും കൃത്യമായി നിങ്ങളോട് ഈ പ്രായത്തിൽ പറയാൻ കാരണം തരും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇത് അറിയാതെ സംഭവിച്ചാൽ അവൻ്റെ ഭാവിയിലെ എല്ലാ ലൈംഗിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സംതൃപ്തികളും നശിച്ചു പോകും. ഒരു പക്ഷേ നിങ്ങളൊക്കെ മുതിർന്ന ആളുകളുമായി കമ്പനികളും ബന്ധങ്ങളൊക്കെ എവിടെയെങ്കിലും ഫ്ലാറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന ഡ്രൈവർമാരോ അങ്ങനെ ഏതെങ്കിലും മുതിർന്ന ആളുകളുടെ ബന്ധം ഉണ്ടാക്കിയാൽ നമ്മളറിയാതെ അവർ നമ്മളെ ഉപയോഗപ്പെടുത്തും. ആ ഉപയോഗപ്പെടുത്തലിന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ വിധേയമായാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ആ തിന്മയുടെ ഭാഗമായി മാറും. അതുകൊണ്ട് ഇത്തരം എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതിൽ അകപ്പെട്ടു പോയ ശേഷം രക്ഷപ്പെടുത്തുന്നതിനേക്കാളും ഏറ്റവും സുഖം ഈ സമയത്ത് രക്ഷപ്പെടുത്താനാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ അല്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ വിവാഹിതരായ ആളുകൾ വിവാഹത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുക്കൽ വരാറുണ്ട്. ഞാൻ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ വിവാഹ ദാമ്പത്യ ജീവിതങ്ങളിൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്നത് ശാരീരികമായ പരസ്പരമുള്ള ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതിൽ പെട്ടുപോയ മിക്കവാറും യുവാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ വേണ്ടാവൃത്തികൾ അവരിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് അവരോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഹൈസെക്കിന് പങ്കെടുത്തതിൽ നിങ്ങൾക്കുള്ള ഭാഗ്യം ഞാൻ പറയുന്നത്, ഇതുവരെ അത്തരം ഏതെങ്കിലും തെറ്റുകൾ സംഭവിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഗമമായി സമാധാനമായി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അതിലുപരി പരലോകത്തും നമുക്കൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ലോകത്ത് ഇതുവരെ ആരൊക്കെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടോ, എത്ര കാലം മുമ്പ് മരിച്ചു പോയ ആളാണെങ്കിലും ആ മരിച്ചുപോയ വ്യക്തിയെ കരിച്ചു കളഞ്ഞാലും അല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തിൽ ഭൂമിക്കടിയിൽ മണ്ണിൽ പെട്ടുപോയാലും ഇനി യുഗാന്തരങ്ങൾ അവിടെ കിടന്നാലും അയാളുടെ ശരീരത്തിലെ ഒരു ചെറിയ എല്ലിൻ്റെ കഷ്ണം ഭൂമിയിൽ നശിക്കാതെ കിടക്കുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്.
നോക്കൂ നിങ്ങൾ, എത്ര വലിയൊരു യാഥാർത്ഥ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. മൃഗങ്ങൾക്കൊക്കെ വാല് മുളക്കുന്ന നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തൊരു കഷ്ണം നമ്മളൊക്കെ മരിച്ച് കോടിക്കണക്കിന് കൊല്ലം ഭൂമിയിൽ കിടന്നാലും അതിനൊരു കേടും പറ്റൂല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതാണ്. പ്രവാചകന്മാർ മരണപ്പെട്ടു പോയാൽ അവരങ്ങനെ തന്നെ ഭൂമിയിൽ കിടക്കും. ബാക്കിയുള്ള മനുഷ്യന്മാർ മുഴുവനായി കിടക്കൂല, ഒരു കഷ്ണം മാത്രം കിടക്കും. ആ കഷ്ണത്തിലുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ. ഇന്ന് നിങ്ങൾ ഈ മിഴിച്ച കണ്ണുകളുമായി എൻ്റെ ഈ പ്രസംഗത്തിലേക്ക് നോക്കിയിരിക്കുന്നതും, നിങ്ങൾ ഈ ഹാളിൽ പങ്കെടുത്തതും, നിങ്ങൾ നിങ്ങളുടെ പാഡുകളിൽ എഴുതുന്നതും, നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും ആലേഖനം ചെയ്ത നിങ്ങളുടെ റെക്കോർഡും നമ്മുടെ ഈ ഒരു മുഖഛായയോട് കൂടെ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ പരലോകത്ത് വരും. അവിടെയും നമുക്ക് ബ്ലോക്ക് ഉണ്ടാകും. ഖബറിലും പരലോകത്തും എല്ലാവരും സുഖകരമായൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഒരു നല്ല ജീവിതത്തിന് മാത്രമേ ബ്ലോക്കില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകൂ. നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു കുട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരിക്കലും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പറയാൻ പറ്റാത്തതാണ്. അത്രയും വലിയ തിന്മകളും അത്ര വലിയ അക്രമങ്ങളുമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ അക്രമങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിനക്ക് നിൻ്റെ ഉമ്മനെ ഇഷ്ടമുണ്ടോ? ഞാൻ ചോദിച്ചു നിനക്ക് ഉമ്മനെ ഇഷ്ടം? അവൻ പറഞ്ഞു ഉമ്മനെ ഇഷ്ടമുണ്ടോ? ചോദിച്ചു എനിക്ക് എൻ്റെ ഉമ്മനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു മോനെ ഈ ഇഷ്ടമുള്ള നിൻ്റെ ഉമ്മയെ നീ ദ്രോഹിക്കും, ഉമ്മൻ്റെ മുഖത്ത് തല്ല അല്ലെങ്കിൽ പുറത്ത് തല്ല, നീ ചെയ്യൂ. ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്താണ്. എന്നാൽ മോനെ ഉമ്മനെ തച്ച് കൊല്ലുന്നതിനേക്കാളും വലിയ അക്രമമാണ് ഉമ്മൻ്റെ മനസ്സിനെ വേദനിപ്പിക്കൽ. ഞാൻ എന്നോട് പറയുന്നു, നിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് ഇന്ന് രാത്രി പോലും ഉറങ്ങാതെ കിടക്കുകയാണ് നിൻ്റെ ഉമ്മ. നിൻ്റെ ഉമ്മക്കൊരു മനസ്സമാധാനം എപ്പോഴാണ് കിട്ടുക വെച്ചാൽ, നീ നന്നായി, എൻ്റെ മകൻ നന്നായി, അവൻ ഇനി ഒരു നല്ല കുട്ടിയായി പോകുമെന്ന് എപ്പോൾ ഉമ്മക്ക് ഉറപ്പ് ലഭിക്കുന്നുവോ അന്നുകൂടെ നിൻ്റെ ഉമ്മ എന്ത് ചെയ്യും? മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു. ഒരിക്കലും അവൻ്റെ മനസ്സ് അലിയുന്ന ഞാൻ വെച്ചിട്ട് അവൻ കരഞ്ഞു. നമ്മളൊക്കെ ആഗ്രഹിക്കണാണ് നമ്മളെ വാപ്പനും ഇമ്മനും വിഷമിപ്പിക്കൽ. ഒക്കോക്കുൽ വാലിദ്, മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ മഹാപാപങ്ങൾ ഏറ്റവും വലിയ പാപമാണ്. 2 പാപങ്ങൾ ഏറ്റവും വലിയ പാപമായിട്ട് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ, നമ്മുടെ ഭാവി ജീവിതം അപകടപ്പെടാതിരിക്കാൻ, നമ്മുടെ പരലോകത്ത് പ്രതിസന്ധി വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഒരു നല്ല ആളായി ജീവിക്കാം. നമ്മുടെ ജീവിതം ബ്ലോക്കാവുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ നിൽക്കുക എന്നാണ്. ഒമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തമാണത്. അതായത് ആരെങ്കിലും എൻ്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ചാൽ അവന് കുടുസായൊരു ജീവിതം ഉണ്ടാകും. ആ വിഷമം അനുഭവിക്കുമ്പോൾ നമുക്ക് നാം മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെവിടെ കൊടുന്നു, പലപ്പോഴും ഇഷ്ടത്തോടെ വന്നവരുണ്ടാവും. ചില ആൾക്കാരെയൊക്കെ വാപ്പിയും നിർബന്ധിച്ച് ഇവിടെ കൊടുന്നാക്കിയതാകും. നിങ്ങളെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും എനിക്ക് പറയാനുള്ളത്, തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഈ ഒരു ഹൈസക്കിനെ കുറിച്ചേ ഇനി നിങ്ങളുടെ മാതാപിതാക്കൾ സംസാരിക്കൂ. അത്രമാത്രം അവരെ ഈ ഹൈസക്ക് സ്വാധീനിക്കാൻ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. വീട്ടിൽ പോയിട്ടൊരു 3 കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ കുട്ടികളെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു സംഗതി ലളിതമാണ്, വളരെ ലളിതമാണ്. പല പെൺകുട്ടികളും ചോദിക്കും, എപ്പോഴും ഉമ്മയോട് ഞാൻ സംസാരിച്ച തെറ്റും, ഒന്ന് സംസാരം നന്നായി കിട്ടാൻ എന്താ മാർഗം എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ആൺകുട്ടികൾ അതുപോലെ തന്നെയാണ്. വീട്ടിൽ ചെന്നാൽ എന്താ വെച്ചാൽ എന്നോട് മാത്രം സംസാരിക്കുമ്പോൾ ഒപ്പൻ്റെയും ഉമ്മൻ്റെയും ശൈലി വേറൊരു ശൈലിയാണ്. ബാക്കിയുള്ള അനുജന്മാരോടൊന്നും പ്രശ്നമില്ല, എന്നോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സംസാരമാണ് എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഞാൻ വെച്ചാൽ മാറിക്കിട്ടാൻ 3 വഴികൾ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? പരീക്ഷിക്കണം. അതോടുകൂടെ മാതാപിതാക്കളുടെ ആശങ്ക മാറും. നമ്മൾ നല്ല ആൾക്കാരാണ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ നല്ല ആൾക്കാരാണ്. പക്ഷെ നമ്മൾ നല്ല ആളുകളാണ് എന്നുള്ള ബോധം മാതാപിതാക്കൾക്കുണ്ടെങ്കിലും ഭാവിയിൽ നമ്മൾ മോശമായി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് മാതാപിതാക്കൾ നമ്മളോട് പലപ്പോഴും ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മൾ മോശമായി പോകില്ല എന്ന് തോന്നാവുന്ന 3 കാര്യങ്ങളാണ്. ഒരു കാര്യം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദീനിൻ്റെ പല കാര്യങ്ങൾ നിസ്കാരം പോലുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ വിചാരിക്കണം എന്താ വെച്ചാൽ, ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇവ നിസ്കരിക്കണതെന്നാണ്. ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഖുർആൻ ഓതുന്നത്, അത് ഹിഫുലാക്കണത്, ഹിഫുൽ പഠിക്കാൻ പോണത്, നിസ്കരിക്കണത് ഒക്കെ എന്താണ്? വാപ്പയും ഉമ്മേനെയും പേടിച്ചിട്ടും നിർബന്ധിച്ചിട്ടുമാണെന്നാണ് വിശ്വസിക്കണം. അതിനവർക്ക് തെളിവുണ്ട്. എന്താ തെളിവ് കാര്യങ്ങൾ? ഉമ്മ ഇടയ്ക്ക് ചോദിക്കും, നിസ്കരിച്ചു ചോദിക്കും. അപ്പം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഉമ്മ നിസ്കരിച്ചോന്ന് ചോദിക്കുന്നത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഉമ്മ ഉറപ്പിച്ചു, എന്തല്ലേ എത്ര വയസ്സായി ഇപ്പോൾ വരും,
ഞാൻ ഇവൻ 5ാം ക്ലാസ് മുതൽ നിസ്കരിക്കാൻ വേണ്ടി പറയണതാണ്. ഇതുവരെയും ഒന്ന് ഞാൻ പറയാതെ ഒന്നെടുത്ത് പോയിട്ട് വന്ന് നിസ്കരിക്കുന്നില്ലല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങളൊരു 4 ദിവസം ഉമ്മ ചോദിക്കുമ്പോഴൊക്കെ നിസ്കരിച്ചു എന്ന ആൻസർ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഉമ്മ നിങ്ങൾക്ക് ഇതുവരെ ധാരണ ഉമ്മ തിരുത്തും. ഇവൻ ആ ഐസക്കിന് പോയതിന് ശേഷം എന്ത് ചെയ്തു, അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളും കേട്ടപ്പോൾ അവനൊരു മാറ്റം ഉണ്ടായി. അവൻ ഈ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങളെ വിശ്വസിക്കാണ്. പിന്നെ ആ വിശ്വാസമുണ്ടായാൽ എന്താ, നിങ്ങൾ എന്തും തരും. വിശ്വാസമുണ്ടായാൽ എന്തു തരും, എന്ത് കാര്യം. വാപ്പൻ്റെയും ഉമ്മൻ്റെയും ATM കാർഡ് നമ്മളെ കയ്യിൽ തരാനും, നാട്ടിൽ ചെന്നാൽ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ വണ്ടി കയ്യിൽ തരാനും പേടി ഉണ്ടാവില്ല മാതാവിന്. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസമല്ലേ ഒന്നും ഉണ്ടാവില്ല. അപ്പം മതപരമായി ദീനിയായി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ താല്പര്യപൂർവ്വം ചെയ്യുന്നു എന്ന് വരാൻ ഏറ്റവും പ്രധാനമാണ് കാര്യങ്ങൾ. നമ്മൾ ദീനിയായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി സ്വന്തം നിലക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലാണല്ലോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നാമത്തെ കാര്യം എന്തായാലും ഞാൻ കാര്യമായിട്ട് പറയാണ്. കാരണം നിങ്ങളൊന്നും നിസ്കരിക്കണം എന്തല്ല, നിങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടാൻ തന്നെയാണ്. ഒരു വക്ത് നിസ്കരിക്കാതിരുന്നാൽ പേടിയാണ്. പക്ഷെ മാതാപിതാക്കൾ വിചാരിക്കണം എന്താണ്, അവർ പറഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. നമ്മളിതൊരു വലിയ തെറ്റിദ്ധാരണയല്ലേ, നമ്മളെ പറ്റില്ല വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് മാറാൻ സ്വന്തം ചെയ്യുക. നമ്മൾ ഒരു കുട്ടി വാപ്പിമ്മയൊന്നും പറയാതെ മുസാഫ് എടുത്ത് തോന്നുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് കേട്ടിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ നേർവഴി കേൾക്കുന്നു, അല്ലെങ്കിൽ പീസ് റേഡിയോ കേൾക്കുന്നു. അങ്ങനെ സ്വന്തം നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ എന്ത് ദീനി കാര്യം ചെയ്യുമ്പോഴും ഇത് ഇവനെന്നെ ഇഷ്ടം താല്പര്യപ്പെട്ട് ചെയ്യുകയാണല്ലോ എന്ന വിശ്വാസമുണ്ടാകും. ഒരു കാര്യം ഇതാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ നാളെ രാവിലെ സുബഹിക്ക് എത്ര വൈകിപ്പോയി കിടന്നാലും സുബഹ് സമയത്ത് പള്ളിയിൽ പോകുന്ന ആളുകൾ കൃത്യമായിട്ട് വിളിക്കാതെ തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു, സമയത്ത് നിസ്കരിക്കും. നാളെ രാവിലത്തോടു കൂടെ വീട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്താണ്, തിരുത്തപ്പെടുകയാണ്. നിങ്ങളൊരു പുതിയ കുട്ടിയായിട്ട് നാളെ മാറുക ചെയ്യും. അയാളെന്താ തീരുമാനിക്കുന്നത്, നിസ്കരിക്കേണ്ടതെന്നല്ല, നിസ്കരിക്കുന്ന ആൾ എന്നുള്ളതല്ല നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ. മറിച്ച് എന്താണ്, ദീനി കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങി എന്ന അംഗീകാരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം തരൂ, മാതാപിതാക്കൾക്കുള്ള രണ്ടാമത്തൊരു ബേജാറ്, നമ്മളെ പറ്റിയൊരു ആശങ്കയിൽ രണ്ടാമത്തൊരു ബേജാറ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരിങ്ങനെ വലുതായി വരുന്നില്ല, ഇവളിങ്ങനെ മുതിർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് 12 വയസ്സായി, 13 വയസ്സായി, 14 വയസ്സായി, 15 വയസ്സായി ഒക്കെ ആകണുണ്ടെങ്കിലും ഇവനെ കൊണ്ടൊന്നൊരു ഉപകാരം ഭാവിയിൽ എനിക്ക് കിട്ടൂല എന്നാണ് പാപ്പി വിചാരിക്കുന്നത്. ഇവനെ കൊണ്ടൊന്നൊരു കാര്യം എനിക്ക് ഉണ്ടാവില്ല, ഇവളെ കൊണ്ടൊന്നൊരു പ്രയോജനം എനിക്ക് കിട്ടൂല എന്നാണ് വിചാരിക്കുന്നത്. അതിന് അവർക്ക് എന്താ തെളിവ് നിങ്ങൾ? അതിനും തെളിവുണ്ട്. അതിനെന്താ തെളിവ് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം, വീട്ടിലത്തെ കാര്യമാകട്ടെ അല്ലെങ്കിൽ വാപ്പൻ്റെ ഇമ്മൻ്റെയും കാര്യമാകട്ടെ, നമ്മൾ എന്താ പറയുക, അതൊന്നും നമ്മൾ സ്വന്തം നിലക്ക് പോയിട്ട് എന്ത് ചെയ്യൂല, അതിലിടപെടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മോട് പറഞ്ഞു വിചാരിക്കാം, എന്തെങ്കിലും ഒരു പണി നമ്മോട് പറഞ്ഞു വിചാരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം പുറത്ത് പോയിട്ട് എന്ത് ചെയ്യണം, മോനെ ഒരു സോപ്പ് വാങ്ങിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പെങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞു, ഇന്നൊരു കാര്യം നീ എടുത്തു വാ എന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടിൽ നമ്മൾ കാണുന്നതാണ്. ആ പറയുന്ന സമയത്ത് തന്നെ സഡനായിട്ട് അതിനൊരു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതേ നേരെ മറിച്ച് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ക്ലാസ് ടീച്ചർ പറയണത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, പോയിട്ട് മോനൊരു ചോക്ക് എടുത്തു പറഞ്ഞാൽ പറയുന്നതിന് മുന്നിൽ ചാടിയുണ്ടോ? ഇവിടെ ഈ വ്യത്യാസങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾ. പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, പുറത്തിറങ്ങി അത് ചെയ്യും. എന്ത് കാര്യം ആര് പറഞ്ഞാൽ എത്ര മാത്രം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ കണ്ടു ഒരു വാർത്ത കാണില്ലെങ്കിൽ, ആ വാർത്ത വായിക്കുമ്പോൾ എന്താ അറിയില്ല എന്ന് വെച്ചാൽ, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കുട്ടികൾ സ്കൂൾക്ക് പോണ സമയത്ത് എന്ത് ചെയ്യും, കുട്ടികളോട് ചോദിക്കുക എന്താണ് ഇവിടെ വഴി ചോദിക്കണം. അപ്പോൾ വഴി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്കൂൾക്ക് ബാഗേറ്റൊക്കെ പോണ കുട്ടി എന്ത് ചെയ്യും, ആ ചോദ്യം കേൾക്കുമ്പോൾ അവിടെ നിൽക്കും. എന്നിട്ട് അവൻ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോണ സമയത്താണ് എന്ത് ചെയ്യണത് നിങ്ങൾ, അവിടുന്ന് അവൻ്റെ വാഹനത്തിൽ കയറി. ആ കുട്ടിയുടെ നല്ല മനസ്സാണ്, അതായത് ലോകത്താര് പറഞ്ഞാലും കേൾക്കുന്നതിൻ്റെ അർത്ഥം ഏത്, വാപ്പിമ്മ അല്ലാത്ത ആര് പറഞ്ഞാലും കേൾക്കും. അപ്പോൾ വാപ്പിമ്മ എന്താ വിചാരിക്കുന്നത്, ആർക്കും ഉപകാരപ്പെട്ടാലും എനിക്ക് ഇവനെ ഉപകാരപ്പെടുക എന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അധികം ഒന്നും പറയില്ല. വാപ്പയും ഉമ്മയും എന്ത് കാര്യം നിങ്ങളോട് നിർദ്ദേശിച്ചാലും നിങ്ങൾ ഉടനെ അതെന്ത് ചെയ്യണം, അനുസരിക്കണം. അതിലൊരു ബുദ്ധിമുട്ട് എന്താ പറയുക, പറഞ്ഞത് എന്തായാലും കേൾക്കേണ്ടി വരും, ഉറപ്പല്ലേ. വാപ്പിമ്മി നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും. അത് പക്ഷെ ചെയ്യേണ്ടി വരും. അത് ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്താൽ എന്തായി, അവർ പറഞ്ഞാൽ കേൾക്കുന്ന, അവർക്ക് ഉപകാരപ്പെടുന്ന മക്കളാണെന്ന ബോധം അവരിലുണ്ടാവും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചെയ്താലോ ചെയ്യേണ്ടി വരും, ചെയ്തുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ചെറിയൊരു ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, പറഞ്ഞ ഉടനെ ചെയ്യാന്നുള്ളതാണ് ബുദ്ധി. മനസ്സിലായി? രണ്ടാമത്തെ
രണ്ടാമത്തെ എന്തിനാരോ വലിയൊരു ധാരണ എന്തിന്, ഇവൻ വളർന്നു വന്നാൽ എനിക്ക് ഉപകാരമുണ്ടാകും. ഇവൻ ഡോക്ടറായാൽ ആദ്യം ശ്രദ്ധിക്കുന്ന എന്നെ ആയിരിക്കും. ഇവനൊരു ശമ്പളം കിട്ടിയാൽ അതിൻ്റെ ആദ്യത്തെ തുക എനിക്കാ തരിക. കാരണം ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇവന് വേറുള്ളൂ. ആര് പറഞ്ഞത് കേട്ടില്ലെങ്കിലും വാപ്പയും ഇപ്പോൾ ചില കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറ് കണ്ടാൽ രക്ഷിതാക്കൾ ഞങ്ങളെ വിളിക്കുക ചെയ്യുക. ഒരു പറഞ്ഞു കൊടുക്കൂല. കാരണം ഒരു പറഞ്ഞാൽ കേൾക്കൂല എന്ന് അവർക്ക് ഉറപ്പാണ്. അങ്ങനെ അയക്കണേ, അങ്ങനെ അയക്കുക. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കൂല. വേഗം നമുക്ക് ഫോൺ ചെയ്യും. മോൻ ഇങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കണ്ട, നിങ്ങളൊന്ന് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്തപ്പോൾ സ്വന്തം മക്കളോട് എന്താ ഇവർക്ക് പറഞ്ഞാൽ? അപ്പോൾ അവർ ധരിച്ചിരിക്കണം ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, നാട്ടിൽ ആര് പറഞ്ഞാലും കേൾക്കുന്നു. അങ്ങനെ ധാരണ. നമ്മളെ പറ്റി ഒരിക്കലും അങ്ങനെ അത് തിരുത്തണം. അത് ഇന്നത്തോടു കൂടെ തിരുത്തണം. എന്തെങ്കിലും വാപ്പയും ഉമ്മയും നമ്മോട് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രവർത്തിക്കണം. മൂന്നാമത്തൊരു കാര്യം ഇവിടെ 3 ഉള്ളൂ കേട്ടോ. 2 മനസ്സിലായോ? നമ്മൾ പ്രവർത്തിക്കുന്ന ദീന് നമുക്ക് വേണ്ടി ബോധ്യപ്പെട്ട് ചെയ്യാണ്, ഉമ്മ പറഞ്ഞിട്ടൊന്നുമല്ല. രണ്ടാമത്തത്, ഞാൻ വളർന്നു വന്നാൽ നിങ്ങൾ പറഞ്ഞത് കേൾക്കുകയും നിങ്ങൾക്ക് എന്നെ ഉപകാരപ്പെടുകയും ചെയ്യും. മൂന്നാമത്തൊരു കാര്യം എന്താ പറയുക, എല്ലാ പാരൻസിനുള്ള ഒരാശങ്കയാണ് എന്തെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ല. നിങ്ങളെ കാര്യം എപ്പോഴും പറയും, എപ്പോഴും നിനക്ക് നിൻ്റെ കാര്യം നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? എന്താ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഇല്ല അറിഞ്ഞ്? നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തരും ഒരു മിനിമം ഒരു ചിട്ട ജീവിതത്തിൽ വേണം. ഉദാഹരണം പറയാമെന്ന് വിചാരിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വെറുതെ സ്കൂളിൽ പോയി ക്ലാസ്സിൽ ഇരുന്നാൽ ചിലപ്പോൾ A+ വാങ്ങാൻ പറ്റിയ ആൾക്കാരായിരിക്കും. ഒന്നും വായിക്കണം. ചില ആളുകൾക്ക് വായിക്കന്നെ വേണം. ഒന്നും വായിക്കാതെ പരീക്ഷൻ്റെ അന്ന് വേണമെങ്കിൽ ജസ്റ്റ് ആ നോട്ടൊക്കെ നോക്കിയാൽ തന്നെ A+ കിട്ടുന്ന ആൾക്കാരേക്കാൾ. പക്ഷെ പാരൻസിന് എന്താ നിങ്ങൾ വായിക്കണില്ലേ പഠിക്കണില്ലേ എന്നുള്ള ബേജാറായിരിക്കും. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ ഉണ്ട്, അതല്ലേ പഠിക്കാറുണ്ട്. എൻ്റെ കാര്യത്തിൽ അതിനെന്താ പരിഹാര മാർഗം? ഒരു മിനിമം ടൈം നിങ്ങൾ വീട്ടിൽ വന്നാൽ ഒരു മിനിമം ടൈം എന്ത് ചെയ്യുക? 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വൃത്തി, നമ്മുടെ കുളി, മറ്റ് കാര്യങ്ങളൊക്കെ എന്താ, അത് ഉമ്മൻ്റെ ഭാഗത്തു നിന്നൊരു നിർബന്ധം വരാതെ നമ്മൾ സ്വന്തം നിലക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടിയോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? കുറച്ച് സഹകരിക്കാം. നിങ്ങൾക്ക് സ്വന്തം നിലക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ്. ഈ 3 ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു പോയി 3 ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരാഴ്ച. മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ മാറും. എനിക്കോണി ഹൈസക്കിന് ക്ഷണിച്ച ആളുകളെ വിളിച്ചിട്ട് പറയും, ഇനി എപ്പോഴെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് വെച്ചാൽ, ആ ഹൈസക്കിന് പോയി വന്നതിന് ശേഷം വലിയ ചേഞ്ചസ് ആണ് എൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യും? പറയും ഇൻഷാ അല്ലാഹ്. ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഒരു പക്ഷേ ഇവിടെ പറഞ്ഞ ആശയങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു നല്ല ബ്ലോക്ക് ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ പരലോകത്ത് വിശാലമായ സ്വർഗം കിട്ടാനും നരകത്തിൽ രക്ഷപ്പെടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.